ഇതാണ് മൗണ്ട് കുക്ക്. ഓ, മൗണ്ട് കുക്ക്. ഇവിടെ മാത്രമേ ഇപ്പോൾ ഐസ് ഉള്ളൂ. ബാക്കി എല്ലാ മൗണ്ടിലും ഇപ്പോൾ കുറവാണ്, ഐസ് കുറവാണ്. ഇവിടെ മാത്രമേ ഇപ്പം ഐസ് ഉള്ളൂ. ഇതാണ് മൗണ്ട് കുക്ക്. പിന്നെ നമ്മൾ എഡ്മണ്ട് ഹിലാറിയുടെ ഒരു നാഷണൽ സെൻറ്റർ ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് കയറണം. അത് മസ്റ്റ് വിസിറ്റ് ആണെന്നൊക്കെ പറയുന്നു. നമ്മൾ അങ്ങോട്ട് അയച്ചാൽ പോകണ്ടേ? ഇനി നമുക്കിപ്പോൾ പോകേണ്ടത് ഹുക്കർ വാലി ട്രാക്കിലോട്ടാണ്. പക്ഷേ നമുക്ക് അത് കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം. ഇപ്പോൾ ഈ ഒരു ട്രാക്കിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ഒരു സൈൻ ബോർഡാണ് അവലാഞ്ച് ഉണ്ടാവും. അവലാഞ്ചിൻ്റെ ഡേഞ്ചേഴ്സും പിന്നെ അതിൻ്റെ പ്രിക്കോഷൻസും ഉണ്ട്. അപ്പോൾ അവലാഞ്ച് ഈ ഒരു സ്ഥലത്ത് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടി രക്ഷപ്പെടുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ അത് കൂടുതലൊന്നുമില്ല. പക്ഷേ ഇവിടെ അവലാഞ്ച് ഉണ്ടാകാൻ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു സാധ്യതയില്ല. ബിക്കോസ് സമ്മർ ടൈമാണ്, നോ മഞ്ഞ്. ഞങ്ങളൊരു ഷോർട്ട് വോക്ക് ചെയ്യാണ്. അറിയില്ല എവിടം വരെ പോകാൻ പറ്റുന്ന അത്രയും പോകും. പോയിട്ട് മടുത്തേക്ക് തിരിച്ചു വരും. അതാണ് പ്ലാൻ. ഫുഡൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല. ലഞ്ച് ഞങ്ങൾ ജസ്റ്റ് സ്നാക്സിലൊക്കെ ഒതുക്കിയിട്ട് ഞങ്ങൾ നടക്കുകയാണ്. നല്ല വോക്കാണ്. ബട്ട് ഇപ്പോൾ ഇച്ചിരി ചൂടുണ്ട് ഗായ്സ്. ഇച്ചിരി തണുപ്പുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇതിനകത്തോട്ട് നടക്കാൻ. നമ്മുടെ കുഞ്ഞാലിയാണ്ട് അങ്ങ് ഫ്രണ്ടിലോട്ട് പോയി. ഹുക്കർ വാലി ട്രാക്കിൻ്റെ 1/3 നമ്മൾ ഫിനിഷ് ചെയ്തുള്ളൂ. നമുക്ക് അതിൻ്റെ എൻഡിലെത്തി അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ സീനിക് വ്യൂ ഒക്കെ നമുക്ക് പകർത്താൻ പറ്റിയില്ല. ഞങ്ങളത് ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോരുന്നു. ബിക്കോസ് നമുക്ക് വനാക്കയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ക്യാമ്പർ വൺ സൈറ്റ്. സോ അതിന് മുമ്പേ നമുക്ക് ഇപ്പം തിരിച്ചു വന്ന് മ്യൂസിയത്തിൽ കയറണം, അവിടുത്തെ കുറച്ച് ഫോട്ടോസ് എടുക്കണം, തിരിച്ചു പോകണം. സോ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, മ്യൂസിയം കയറി കണ്ടു. നമ്മൾ കൂടുതൽ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫുഡ് ബൊഫയൊക്കെ നല്ലതായിരുന്നു. ഇച്ചിരി എക്സ്പെൻസീവാണ്, ബട്ട് വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അവർ പുറകെ വരുന്നുണ്ട്, ഞാൻ മുന്നേ നടക്കാനാണ്. കാരണം എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജ് ഓൺ ആക്കിയിരുന്നു. ബിക്കോസ് നമ്മളിത് വണ്ടി റണ്ണിങ് ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് പവർ വരും, അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ സോളാറുണ്ട്. ഞാൻ ഇതൊന്നും ഓൺ ആക്കില്ലെന്ന് തോന്നുന്നു. ഒന്ന് നോക്കട്ടെ. ഇറ്റ്സ് റിയലി ഗുഡ്. ഓൾ പ്രോബ്ലം. ബട്ട് ഇത് ഞാൻ ഓഫ് ചെയ്തോ? ഇല്ല, ഓഫ് ചെയ്തില്ല. സോ നോക്കട്ടെ. ഇപ്പോഴും നമ്മുടെ ബാറ്ററി ചാർജിങ് ആണ്. സോളാറുണ്ട്. സോ ഇറ്റ്സ് 14.3 fully charged. So oh good. ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി നോക്കിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാതാണ് പോയത്. സോ ദാറ്റ് മീൻസ് വണ്ടിയുടെ ബാറ്ററിയിൽ നിന്ന് പവർ അത് എടുക്കുന്നുണ്ടായിരുന്നു. വണ്ടി ഓൾറെഡി ഈ ബാറ്ററി സോളാർ വഴി ചാർജ് ചെയ്തതുകൊണ്ട് ഇപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ലാതെ വണ്ടി സ്റ്റാർട്ടായി. സോ എല്ലാം കൂളിംഗ് എല്ലാം ഓക്കെയാണ്. നമുക്കിനിയും ജസ്റ്റ് വണ്ടി എടുക്കുക, പോവുക, എല്ലാം പെർഫെക്റ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. യെസ്.
നമ്മൾ വനാക്കയിൽ തിരിച്ചെത്തി. ദാറ്റ് വനാക്ക ട്രീ കണ്ടു. ഉടനെ തന്നെ 2 പേർക്കും വനാക്ക ലേക്കിൽ ഇറങ്ങണം. നല്ല ആഴം കുറഞ്ഞ ഒരു ലേക്കാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സീനറീസൊക്കെ സൂപ്പറാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരിനി തിരിച്ച് കയറണം. തിരിച്ച് കയറിയിട്ട് വേണം നമുക്ക് അടുത്ത ക്യാമ്പിംഗ് ഗ്രൗണ്ടിലോട്ട് പോകാൻ. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്യാമ്പിംഗ് ഗ്രൗണ്ടിൽ വെച്ച് കാണാം. കുക്കിംഗ് ആണ്. ഇതുണ്ട്, മാഗി ഉണ്ടാക്കി എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പ്ലഗ് ഇൻ ചെയ്തത് കൊണ്ട് വേറെ ലൈറ്റിങ്ങിൻ്റെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എല്ലാം ഓക്കെയാണ്, എല്ലാം സെറ്റാണ്. ഫ്രണ്ടിലെല്ലാം എല്ലാം നമ്മുടെ അരിവിലത്തുണ്ട്. ഇവിടെ തുണി കഴുകാനായിട്ട് മേളിലായിരുന്നു, മേളിൽ കൊണ്ടിട്ടു. ഞാനിപ്പം ഞാൻ വെളിയിലോട്ട് ഇറങ്ങി കാണിക്കാം. ഓ മൈ ഗോഡ്, സൈറ്റിൽ ഇതാണ്ട് പ്ലഗ് ഇൻ ചെയ്തു. കണ്ടോ? എവിടെ പോവാ? താഴോട്ടാ? ഓക്കെ പോട്ടോ. അപ്പം കുഞ്ഞാ താഴോട്ട് പോവാണ്. ജസ്റ്റ് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വന്നോ നമ്മൾ എടുത്ത സൈറ്റ് വനാക്ക ലേക്കിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ഇത് പവേഡ് സൈറ്റാണ്. സൂപ്പർ സീനിക് വ്യൂ ആണ്. കുഞ്ഞ താഴോട്ട് പോയി ഞങ്ങൾ പോകത്തില്ല, ബിക്കോസ് നല്ല തണുപ്പാണ്. സോ നമുക്ക് കുറച്ച് കുക്കിങ്ങും പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഈ സൈറ്റിൻ്റെ മുകളിലാണ് കിച്ചൺ, ടോയ്ലറ്റ്, ബാത്റൂം, വാഷിംഗ് എല്ലാം ഉള്ളത്. നമുക്കെല്ലാം യൂസ് ചെയ്യാം. ഇതിപ്പോൾ പവേഡ് സൈറ്റ് നമ്മൾ പ്ലഗ്ഡ് ഇൻ ആയതുകൊണ്ട് നമുക്ക് വണ്ടിക്കകത്ത് ലൈറ്റും വണ്ടിയൊന്നും സ്റ്റാർട്ടാക്കി വെക്കണ്ട, ഫുൾ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം വാഷിങ്ങിന് ഞാൻ ഇവിടെ ഇട്ടുണ്ട്. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകണം. അതിന് മുമ്പേ എന്തൊക്കെയോ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം അതൊന്ന് പോയി നോക്കണം. സോ ഐ തിങ്ക് ഓക്കെ, മാഗി റെഡിയായി. ഇനി മാഗി കഴിക്കാം. അടുത്തതായി നമ്മൾ ചിക്കൻ വറക്കുകയാണ്. മാഗി ഉണ്ടാക്കിയായിരുന്നു, അത് ഏകദേശം കഴിച്ചു. ഉവ്വ. ഞാൻ ചിക്കൻ കുറച്ചും കൂടെ മസാല ആഡ് ചെയ്തു. കാരണം നമ്മൾ ഓൾറെഡി മാരിനേറ്റഡ് ആയിട്ടുള്ള സാധനം മേടിച്ചു. അത് പക്ഷേ ഇവിടുത്തെ മാരിനേഷനൊക്കെ സ്പൈസസ് ഒക്കെ കുറവായിരിക്കും, അപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം, കഴിക്കാൻ നേരത്ത് അറിയാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഞാനത് ബട്ടറിൽ അങ്ങ് വറക്കാം. എണ്ണയൊന്നുമല്ല, ബട്ടർ. എണ്ണ പക്ഷേ മേടിച്ചതുകൊണ്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, വെളിയിലിങ്ങനെ നല്ല കാറ്റും. ഇതിപ്പോൾ സമയം എത്രയാണെന്നറിയോ? സമയം എത്രയാണ്? 8 മണിയോ സംതിങ് ആയി. അയ്യോ, തുണി എടുക്കണ്ടേ? തുണിയൊന്നും എടുത്തില്ലായിരുന്നു, തുണി എടുക്കാൻ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കയറി കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങി. ഇനി നാളെ ക്യൂൻസ്റ്റൗണിൽ വെച്ച് കാണാം. ബൈ.